എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമായണ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രാമായണം നമുക്ക് സമ്മാനിച്ച മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികളെ ഒന്ന് അനുസ്മരിക്കുക എന്നുള്ളത് അവരോട് ചെയ്യേണ്ട ഒരു നീതിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആദികവിയായിട്ടുള്ള വാൽമീകി മഹർഷിയോടും അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്ക് സമ്മാനിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോടും അതുപോലെ രാമചരിത മാനസ് എഴുതിയിട്ടുള്ള തുളസീദാസിനോടും തമിഴിൽ രാമായണത്തിൻ്റെ പാരമ്പര്യം ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിച്ച കമ്പരോടും ഇങ്ങനെ ഒരുപാട് പേരോട് നമുക്ക് ഈ ഒരു രാമായണത്തിൻ്റെ പൈതൃകത്തിന് നമ്മൾ കടപ്പെടേണ്ടവരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അതിലേറ്റവും വിശേഷപ്പെട്ട ആളായിരുന്നു വാൽമീകി മഹർഷി. അദ്ദേഹമാണ് ആദികവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർവ്വവൃത്താന്തവും അദ്ദേഹം രാമായണം എഴുതാനുണ്ടായിട്ടുള്ള സാഹചര്യവുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പ്രജേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ഒരു യുവാവായിരുന്നെന്നും അദ്ദേഹം ചെറുപ്പത്തിൽ വഴിതെറ്റി വനവാസികളായിട്ടുള്ള ആളുകളുടെ കൂടെ സഹവാസം തുടങ്ങിയെന്നും അങ്ങനെ അദ്ദേഹം ഒരു കാട്ടാളനായിട്ട് മാറിയെന്നും പിന്നീട് ധനത്തിനായി അദ്ദേഹം ഒരു കാട്ടുകൊള്ളക്കാരനായി മാറിയെന്നും ഒക്കെയാണ് കഥ. വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ വനത്തിൽ വെച്ച് അവർ കൊള്ളയടിക്കുകയും അവരുടെ ജീവൻ ചിലപ്പോൾ കലരുകയും ചില സമയത്ത് അവരുടെ കയ്യിലുള്ള സമ്പത്തൊക്കെ തട്ടിയെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുകയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഒരിക്കൽ സപ്തർഷികൾ ആ വഴി വന്നു എന്നാണ്. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. രത്നാകരൻ മഹർഷിമാരെ കണ്ട സമയത്ത് സാധാരണ അദ്ദേഹം ചെയ്യാറുള്ളത് പോലെ അവരെ വഴി തടഞ്ഞു. തങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് എനിക്ക് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മഹർഷിമാർ സാത്വികരായതുകൊണ്ട് അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം ഭീഷണിയുടെ സ്വരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് എന്തു തന്നെയായാലും അതെനിക്ക് തന്നിട്ട് പോകണം എന്ന രീതിയിൽ ആക്രോശിച്ചു. ആ സമയത്ത് സപ്തർഷികളിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ നീ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കാം, പക്ഷേ ഒരു കാര്യം നീ ഞങ്ങളോട് പറഞ്ഞു തരണം. നീ ഈ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നീ ചെയ്യുന്ന തെറ്റുകളൊക്കെ ആരുടെ മേലാണ് നീ അതിൻ്റെ പഴി അല്ലെങ്കിൽ അതിൻ്റെ കർമ്മം നീ ചുമത്തുന്നത്? എന്തിനു വേണ്ടി നീ ഇത് ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഞാനിതെൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്നു, എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് തന്നെയാണ്. ആ സമയത്ത് മഹർഷി അദ്ദേഹത്തോട് ചോദിച്ചു, നീ ചെയ്യുന്ന ഈ പാപകർമ്മങ്ങളുടെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് നിന്റെ കുടുംബത്തിലുള്ളവർ അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് നീ ഒന്ന് പരിശോധിക്കും. ഞങ്ങൾ ഇവിടെ തന്നെ കാത്തു നിൽക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു രത്നാകരന് തൻ്റെ കുടുംബം തന്നോടൊപ്പം ഉണ്ടാവും. ഏത് പാപമാണെന്നുണ്ടെങ്കിലും അത് ഏറ്റെടുക്കാൻ എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് രത്നാകരൻ അങ്ങോട്ട് ചെന്നത്. ആ സമയത്ത് ഭാര്യയായിട്ടുള്ള കാട്ടാള സ്ത്രീ രത്നാകരനോട് പറയുന്നു, നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങളുടെ കർമ്മം, അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. അത് അനുഭവിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കും എന്ന് നിങ്ങൾ കരുതണ്ട എന്നും വാൽമീകി മഹർഷിയുടെ കഥയുടെ ആദ്യ ഭാഗത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന കാട്ടാള സ്ത്രീ പറയുന്നതായിട്ട് കേൾക്കാൻ സാധിക്കും. ഈ സമയത്താണ് കുറ്റബോധം തോന്നിയ, ആത്മചിന്ത തോന്നിയ രത്നാകരൻ സപ്തർഷികളെ നമസ്കരിക്കുന്നത്. തൻ്റെ കർമ്മപ്രാരാബ്ധം കുറയ്ക്കാൻ എന്താണ് നിവൃത്തി എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ആ സമയത്താണ് മഹർഷിമാർ രാമനാമം ജപിക്കാനായിട്ട് അദ്ദേഹത്തോട് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദുർചിന്തകൾ കൊണ്ട് അദ്ദേഹത്തിന് രാമനാമം ജപിക്കാൻ സാധിച്ചില്ല എന്നാണ്. ആ സമയത്ത് മഹർഷിമാരുടെ ഉപദേശപ്രകാരം മര മര എന്ന ശബ്ദം അദ്ദേഹം പുറപ്പെടുവിച്ചുവെന്നും അത് കാലക്രമേണ രാമ രാമ എന്നായി മാറി എന്നുമാണ് കഥ. ആ രാമനാമം ഉപാസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ചിതൽപുറ്റ് കൊണ്ട് മൂടിയത്രേ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തപസ്സിന് ശേഷം അദ്ദേഹം ആ ചിതൽപുറ്റ് തകർത്തുകൊണ്ട് പുറത്തേക്ക് വന്നു എന്നാണ്. പിൽക്കാലത്ത് രത്നാകരൻ എന്ന് പേരുണ്ടായിരുന്ന അദ്ദേഹമാണ് പിന്നീട് വാൽമീകി എന്ന പേരിലേക്ക് മാറിയത്. അദ്ദേഹമാണ് രാമായണത്തിൻ്റെ ആദ്യ രചയിതാക്കളിൽ ഒരാൾ. അപ്പോൾ ഈ ഒരു കഥ ഇവിടെ അനുസ്മരിച്ചത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ തന്നെയാണ് പരിഹാരം കാണേണ്ടത്. 2, ആ പരിഹാരം എപ്പോഴും ഈശ്വരനിലേക്കുള്ള പാതയിലൂടെയാണെങ്കിൽ, നാമസങ്കീർത്തനത്തിൻ്റെ പാതയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മപ്രാരാബ്ധങ്ങളിൽ നിന്ന് നമുക്ക് മറികടക്കാനും മഹാത്മാവിൻ്റെ പോലത്തെ ഒരു ജീവിതം നമുക്ക് ജീവിക്കാനും സാധിക്കും എന്ന് രത്നാകരൻ എന്ന് വിളിക്കപ്പെടുന്ന വാൽമീകിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.